ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിലേക്ക് സ്വാഗതം. എത്ര ട്രൈ ചെയ്തിട്ടും എഗ് ബിരിയാണി ശരിയാവില്ലെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഈ റെസിപ്പി നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കൂ. നിങ്ങൾ എഗ് ബിരിയാണി ഫാനായി മാറും. അപ്പോൾ ഇന്നത്തെ ഈ ടേസ്റ്റി റെസിപ്പിയിലേക്ക് നമുക്ക് പോകാം. അതിനു മുന്നേ എൻ്റെ ചാനൽ ഇഷ്ടമാവുന്നുള്ളവർ, ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറന്നു പോരുതേ. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടാലോ. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നമുക്ക് കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെക്കാം കേട്ടോ. വെള്ളം തിളയ്ക്കുന്നതിനൊപ്പം നമുക്ക് കുറച്ച് ഗ്രാമ്പൂ, ഏലക്ക, പട്ട ഇതെല്ലാം വളരെ കുറച്ച് മതി. ഞാൻ ഈ 2 പീസ് വീതമാണ് എടുത്തിട്ടുള്ളത്. തക്കോലും കൂടെ എടുത്തിട്ടുണ്ട്. ഇനി ഞാൻ ഏലക്ക കട്ട് ചെയ്താണ് ഇടുന്നത് കേട്ടോ. 2 ഏലക്ക ഞാൻ ആ തിളച്ച വെള്ളത്തിലേക്ക് ഇട്ട് കൊടുത്തു. നമുക്കൊരു വലിയ പാത്രത്തിൽ 1/4 ഭാഗത്തോളം വെള്ളം വയ്ക്കാം കേട്ടോ. എന്നിട്ട് ആവശ്യത്തിന് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം. ഉപ്പ് നിങ്ങളുടെ രുചിക്ക് അനുസരിച്ച് ചേർത്ത് കൊടുക്കുക. ഇനി ഞാൻ തിളച്ച വെള്ളത്തിലേക്ക് കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചേക്കുന്ന ബിരിയാണി റൈസാണ്. 2.5 കപ്പ് റൈസ് ഞാൻ എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഞാൻ കഴുകി ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. 240 ml കപ്പിലാണ് ഞാൻ എടുത്തത്, 2.5 കപ്പ്. അപ്പോൾ അതിട്ട് കൊടുക്കാം. അപ്പോൾ ഈ ബിരിയാണി റൈസ് ഒരു 12 മിനിറ്റ് നമുക്ക് നോക്കി നിന്ന് തന്നെ വേവിച്ചെടുക്കുക. 90% വെന്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് ഒറ്റയായിട്ട് കിടക്കാനായിട്ട് ഞാൻ ലെമൺ ജ്യൂസും കൂടെ ഒന്ന് സ്ക്വീസ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് നന്നായിരിക്കും കേട്ടോ. അത് ബിരിയാണി റൈസ് ചേർന്നിരിക്കില്ല. വേണമെങ്കിൽ നമുക്ക് 1 ടീസ്പൂൺ ഓയിലും കൂടെ ചേർത്ത് കൊടുക്കാം. ഏത് ഓയിൽ വേണോ ഒഴിക്കാം കേട്ടോ. അപ്പം ബിരിയാണി റൈസ് നല്ല ഇതായിട്ട് കിടക്കും. അപ്പോൾ ഇതെപ്പോഴും ശ്രദ്ധിക്കേണ്ട 90% വേഗം മാത്രമേ പാടുള്ളൂ. അത് നോക്കി നിന്ന് നിങ്ങൾ വടിച്ചെടുക്കുക. ഇനി നമുക്ക് അടുത്ത് മറ്റൊരു പാൻ വെച്ചിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഏത് ഓയിൽ വേണം നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ ചേർക്കാം. ഇനി ഇതിലേക്ക് നമുക്ക് ഗ്രാമ്പൂ, പട്ട, ഏലക്ക എല്ലാ സ്പൈസസും നമുക്ക് പൊടിക്കാതെ ഒന്ന് ചേർത്ത് കൊടുക്കുക. അത് എന്തായാലും മസ്റ്റായിട്ടും ചെയ്യുക. അതുപോലെ തന്നെ 2 സവാള, ഞാൻ വലിയ സവാളയാണ് എടുത്തിട്ടുള്ളൂ, അല്ലെങ്കിൽ ചെറുത് 4 എണ്ണം എടുക്കാം. അത് ചെറുതായിട്ട് നമുക്കൊന്ന് സ്ലൈസ് ചെയ്തത് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതാണ് ഇതിൻ്റെ മസാല കേട്ടോ. അപ്പോൾ ഈ മസാല പെട്ടെന്നൊന്ന് നന്നായിട്ട് വഴന്നു വരാനായിട്ട് ഞാൻ ആവശ്യത്തിന് ഉപ്പൂടെ ചേർക്കുന്നുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്കൊരു 5-10 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാം. ഇളം ബ്രൗൺ കളർ ആകുമ്പോഴേക്കും നമുക്ക് 1.5 ടേബിൾ സ്പൂണോളം ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. അതൊക്കെ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുക കേട്ടോ. എന്നിട്ട് അതിൻ്റെ പച്ചമണം മാറുന്നവരേക്കും നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. ഇനി നമുക്ക് ടൊമാറ്റോ ആണ് ഇടേണ്ടത്. ഞാൻ വലിയ 2 ടൊമാറ്റോയും 4-5 പച്ചമുളകും കൂടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൂടെ ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അത് നന്നായിട്ടൊന്ന് വഴന്ന് വരണം. അതിലേക്ക് ഞാൻ ഇനി കുറച്ച് പൊടികൾ ആഡ് ചെയ്യാണ്. 1.5 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടേബിൾ സ്പൂണോളം ഞാൻ മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ പച്ചമുളക് കൂടുതലിട്ട് മുളക് പൊടി കുറച്ച് മതിയാകും കേട്ടോ. ഇനി അതുപോലെ തന്നെ 1 ടേബിൾ സ്പൂണോളം മല്ലിപ്പൊടിയും ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഞാൻ ഗരം മസാലയാണ് ആഡ് ചെയ്യുന്നത്. 2 ടീസ്പൂണാണ് ആഡ് ചെയ്തത്. അപ്പോൾ ഗരം മസാല വീട്ടിൽ പൊടിച്ചത് തന്നെയാണ്. അപ്പോൾ അതും കൂടെ ചേർത്തിട്ട് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്യാം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് വേണമെങ്കിൽ ഇട്ടാൽ മതി. എനിക്ക് എരിവ് ഇഷ്ടമായതുകൊണ്ട് ഞാൻ 1 ടീസ്പൂൺ കുരുമുളക് കൂടെ ഇട്ടു. എന്നിട്ട് നന്നായിട്ട് ഇതിൻ്റെയൊക്കെ പച്ചമണം മാറുന്നവരേക്ക് നന്നായിട്ടൊന്ന് വറുക്കുക. അതിനുശേഷം ഞാൻ 1 കപ്പ് തേങ്ങാപ്പാലൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊരു സ്പെഷ്യൽ ടേസ്റ്റാണ് കേട്ടോ. ഈ തേങ്ങാപ്പാൽ നമ്മുടെ ഈ ഉള്ളിയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടണം. അതുവരേക്ക് നമുക്കത് വെയിറ്റ് ചെയ്യാം. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴത്തേക്ക് അത് വറ്റി വരുമ്പോഴത്തേക്ക് 1/4 കപ്പ് തൈര് കൂടെ ആഡ് ചെയ്ത് കൊടുക്കുക കേട്ടോ. തൈര് ചേർക്കുമ്പോഴത്തേക്ക് ഇതിന് നല്ലൊരു സ്വാദ് വരും. ഒരു പുളി രസം ഒക്കെ ഉണ്ടാവും. അപ്പോൾ അത് നന്നായിരിക്കും കേട്ടോ. അപ്പോൾ ആ തൈര് എന്തായാലും സ്കിപ്പ് ചെയ്യാതെ ചെയ്യുക. ഇനി ഞാൻ ചേർക്കുന്നത് മല്ലിയിലയും പുതിനയിലയും കൂടെ കട്ട് ചെയ്ത് വെച്ചതാണ്. അപ്പോൾ അതൊരു 2 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്ത്, ഇതൊക്കെ ഇഷ്ടം പോലെ ചേർക്കാം കേട്ടോ. കൂടുതലും കുറവുമൊക്കെ നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആകാം. ഇനി ഞാൻ പുഴുങ്ങി വെച്ചേക്കുന്ന 6 മുട്ട ചെറുതായിട്ടൊന്ന് വരഞ്ഞതാണ്. അപ്പോൾ അത് മുഴുവനായിട്ട് നമുക്ക് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. അപ്പോഴേക്കും നമ്മുടെ ഈ മസാലയൊക്കെ അതിനകത്തോട്ട് പിടിച്ചുകൊള്ളും. എന്നിട്ട് നമുക്ക് അതൊന്ന് വറ്റി വരാൻ കുറച്ച് സമയം മതിയാകും. അതെല്ലാം ഒന്ന് വറ്റി വരണം. എന്നാൽ കുറച്ച് വെള്ളം ഉണ്ടാവണം കേട്ടോ. ഇതാണ് അതിൻ്റെ ഒരു പരുവം. എന്നിട്ട് ഞാൻ 1/2 മുട്ട ഇങ്ങോട്ട് കോരുകയാണ് ഒരു പ്ലേറ്റിലോട്ട്. ബാക്കി അതിൽ കിടക്കട്ടെ. ഒരു 3 എണ്ണം നമുക്ക് മീതെ അത് സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ബാക്കി ഞാനിനി വാർത്ത് വെച്ചേക്കുന്ന ചോറ് നേരത്തെ ഞാൻ വാർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഒറ്റയായിട്ട് തന്നെ കിടക്കുന്നത് നിങ്ങൾക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാവും. അപ്പോൾ ഇത് ഞാൻ ദം ചെയ്യാൻ പോവുകയാണ്. അത് ഞാൻ അങ്ങോട്ട് ആഡ് ചെയ്യുകയാണ്. ശ്രദ്ധിക്കുക. അപ്പോൾ ഇതുപോലെ നമുക്ക് ചെയ്യാം കേട്ടോ.
അപ്പോൾ നിങ്ങൾ സാധാരണ എല്ലാ ബിരിയാണി ഞാൻ എൻ്റെ ചെമ്മീൻ ബിരിയാണി ഇതുപോലെ തന്നെയാണ് ചെയ്തത്, നിങ്ങളത് ചെയ്താൽ മനസ്സിലാവും. ഇനി ഞാൻ ബാക്കി വെച്ചിരുന്ന ആ മല്ലിയിലയും പുതിനയിലയും കൂടെ ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ അതൊക്കെ ഇഷ്ടംപോലെ ചേർക്കാം കേട്ടോ. പിന്നെ ഞാൻ കുറച്ച് സവാള നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, നൈസായിട്ട് കട്ട് ചെയ്തിട്ട് വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് വേണമെങ്കിൽ ചേർത്താൽ മതി, ഇഷ്ടമാണെങ്കിൽ ചേർക്കുക. അതുപോലെ തന്നെ നട്ട്സും കിസ്മിസും ഒക്കെ നെയ്യിൽ വറുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ആഡ് ചെയ്ത് കൊടുത്തു. സാധാരണ ബിരിയാണിയിൽ ചേർക്കും പോലെ തന്നെയാണ്, അതുകൊണ്ടാണ് ഞാൻ അത് കാണിക്കാത്തത് കേട്ടോ. ഇനി ഞാൻ കുറച്ച് നെയ്യാണ് ചേർക്കുന്നത്, 1 ടേബിൾ സ്പൂണോളം ആഡ് ചെയ്തു. അപ്പോൾ ഓയിലിനേക്കാളും നെയ്യായിരിക്കും കുറച്ചുകൂടെ സ്വാദ്. ഇനി ഞാൻ നേരത്തെ മാറ്റി വെച്ച എഗ്ഗാണ് ആഡ് ചെയ്യുന്നത്, അതുകൂടെ ആഡ് ചെയ്തിട്ട് നമുക്കിനി ബാക്കി റൈസ് കൂടെ ഇട്ട് കൊടുക്കണം. അപ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വിളമ്പുമ്പോൾ നല്ല രസമായിട്ട് ഫീൽ ചെയ്യും, ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ മുട്ട പൊടിയാതെയും കൂടെ ശ്രദ്ധിക്കുക കേട്ടോ. ഇനി മീതെ നമുക്ക് വീണ്ടും കുറച്ച് മല്ലിയിലയും പുതിനയിലയും കൂടെ തൂകാം. അതുപോലെ തന്നെ നേരത്തെ അതേ സ്റ്റെപ്പ് തന്നെ നമുക്ക് റിപ്പീറ്റ് ചെയ്യാം. വറുത്ത് വെച്ചേക്കുന്ന സവാളയും കിസ്മിസും നട്ട്സും കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ട് വീണ്ടും നമുക്ക് കുറച്ച് നെയ്യ് കൂടെ, നെയ്യൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിന് ആഡ് ചെയ്യാം കേട്ടോ. നെയ്യിൽ കുറച്ച് മതിയെങ്കിൽ അങ്ങനെ മതി. അപ്പോൾ ഇതിനി നമുക്കൊരു 10 മിനിറ്റ് നന്നായിട്ടൊന്ന് ദം ചെയ്തെടുക്കുക. ഒരു ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ചെയ്തെടുക്കാം കേട്ടോ. ചെയ്തെടുത്തതിന് ശേഷം നമുക്കിത് ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്ക് അതിൻ്റെ എല്ലാ ഫ്ലേവറും നന്നായിട്ട് വരും. അതിന് വേണ്ടിയാണ് നന്നായിട്ട് അടച്ചു വയ്ക്കുന്നത്. അപ്പോൾ നമുക്കിനി കുറച്ച് കഴിഞ്ഞ് നോക്കാം. അപ്പോൾ നമ്മുടെ ബിരിയാണിയൊക്കെ ഇവിടെ നല്ല ഫ്ലേവർ വരുന്നുണ്ട്. ഞാൻ ഓപ്പൺ ചെയ്ത് കാണിക്കാൻ നിങ്ങളെ, കണ്ടില്ലേ. അപ്പോൾ ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, സെർവ് ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ മുട്ട പൊടിയാതെ വേണം എടുക്കാൻ കേട്ടോ. അപ്പോൾ നമുക്ക് കുറച്ച് വെള്ള റൈസ് മാറ്റി വയ്ക്കണം, അതുപോലെ തന്നെ നമുക്ക് കുറച്ച് കളർഫുള്ളും വേണം. അങ്ങനെ വേണം നമ്മൾ, അതൊക്കെ നിങ്ങളുടെ മനോധർമ്മം അനുസരിച്ച് ചെയ്യുക. അപ്പോൾ ഒട്ടും ഭംഗി കേട് വരാതെ നല്ല രീതിയിൽ നമ്മൾ സെർവ് ചെയ്യുക, അതാണല്ലോ ഏറ്റവും രസം. നമ്മളൊരു ഫുഡ് ഉണ്ടാക്കിയാൽ മാത്രം പോരാ, നന്നായിട്ട് സെർവ് ചെയ്യാൻ വേണം. അപ്പോൾ എന്തായാലും നിങ്ങൾ ഈ ബിരിയാണി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. എത്ര സ്വാദാണെന്നറിയാമോ തീർച്ചയായിട്ടും. പക്ഷേ നിങ്ങളിത് സാലഡ് കൂട്ടിയേ കഴിക്കാവൂ കേട്ടോ. സാലഡിൻ്റെ കൂടെ ഒരു പപ്പടം കൂടെ ആയാൽ കേമമായി. അപ്പോൾ എന്തായാലും ഈ ക്രിസ്മസിന് നിങ്ങൾക്ക് ചിക്കനും മട്ടനും ഇഷ്ടമില്ലാത്തവർക്ക് ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്താനും മറന്നു പോകരുത്. അപ്പോൾ നിങ്ങളുടെ കമൻസൊക്കെ എനിക്ക് വാല്യുബിളാണ്. തീർച്ചയായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടമാവും, ഒരു സംശയവുമില്ല. അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ തന്നെ വീഡിയോ മുഴുവനായിട്ട് കാണാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇനിയും ഇതുപോലെ നിങ്ങളെ രസിപ്പിക്കുന്ന ടേസ്റ്റി വീഡിയോസിനായി കാത്തിരിക്കുക. നല്ലൊരു എപ്പിസോഡുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. ടിൽ ദെൻ, ഗുഡ് ബൈ.